ജോസഫ് സി മാത്യു, 70 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP-യുമായി ഉള്ള മത്സരത്തിൽ 50,000-ന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന് തോൽക്കേണ്ടി വന്ന ഇടങ്ങളിലൊക്കെ ആ ജയം സംശയത്തിന് നിഴലിലാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഈ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരുപക്ഷെ ഈ തൃശ്ശൂരിലെ കാര്യത്തിലേക്ക് വന്നാൽ തൃശ്ശൂരിലും ഇതുപോലെ തന്നെ വോട്ടുകൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നും ഒരേ മേൽവിലാസത്തിൽ പല ആളുകൾ വോട്ടുകൾ ചെയ്തിട്ടുണ്ടെന്നും ആ വോട്ടർ പട്ടികയിൽ വ്യാപകമായ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ കേരളത്തിലെ ഇരു മുന്നണികളും ഉയർത്തുകയാണ്. ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു 1951-52 ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ ഒരാൾക്ക് ഒരു വോട്ട് എന്ന തത്വത്തിലാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുള്ളതെന്നും 2 വട്ടം വോട്ട് ചെയ്തു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപമോ ഉണ്ടെങ്കിൽ അതൊരു അഫിഡവിറ്റായി നൽകേണ്ടതാണ് എന്നുമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്? എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമോ? ഇപ്പോൾ ശ്രീ PDT ആചാര്യ പറഞ്ഞു, ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സുതാര്യമായിട്ടാണോ നടന്നത് എന്ന് ഒരു സാധാരണക്കാരൻ സംശയിക്കാവുന്ന തരത്തിൽ അത്ര വ്യക്തതയോടുകൂടിയാണ് ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. അപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു തെളിവുകൾ നൽകണം, അല്ലാതെ വോട്ട് കൊള്ള എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ വോട്ടർമാരെ അപമാനിക്കരുതെന്ന്. ഇതിൽ ആകെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണോ, അതല്ല ഇതെല്ലാം ഒത്തുചേർന്നുള്ള ഒരു കളി ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണോ ശ്രീ ജോസഫ് സി മാത്യു താങ്കൾ മനസ്സിലാക്കുക? അതായത് ഗോപികൃഷ്ണൻ, ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതെല്ലാം നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പൗരന് എങ്ങനെയാണ് പരാതിപ്പെടാവുന്നത്, അതിൻ്റെ റെമഡിയൽ ആക്ഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ ആചാര്യ സാറും ചൂണ്ടിക്കാണിച്ചത് അതിനോട് ചേർന്ന് എനിക്ക് പറയാനുള്ളത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് നമ്മൾ പറയുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള അതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഈ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സാധാരണ പറയാം. മിക്കവാറും എല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണെന്ന് നമുക്ക് പറയാമെങ്കിലും ഇവർ അതിനതീതമായി നിൽക്കുന്ന വളരെ ഉയർന്ന സ്ഥാനവും അതോടൊപ്പം സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ ഉത്തരവാദിത്വങ്ങളും ഉള്ള സ്ഥാപനങ്ങളാണ്. ഇവരിടപെട്ട് ഒരു ഇലക്ഷൻ പ്രോസസ്സിനെ അട്ടിമറിക്കും എന്നുള്ളത് നമ്മുടെ നിയമത്തിലോ ചട്ടങ്ങളിലോ വിഭാവനം ചെയ്തിട്ടില്ല. അങ്ങനെ വിഭാവനം ചെയ്തുകൊണ്ടൊരു സമ്പ്രദായം, ഒരു സിസ്റ്റം നിർമ്മിക്കാൻ കഴിയില്ല. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് വേണ്ടി നിൽക്കുന്നു എന്നും അതിനെ ഏതെങ്കിലും ഒരു പൗരൻ ഒരു കള്ള വോട്ടിലൂടെ 2 തവണ വോട്ട് ചെയ്യുകയൊക്കെ ചെയ്താൽ അതിനെ എങ്ങനെ മറികടക്കാം, എങ്ങനെ പരാതിപ്പെടാം എന്നൊക്കെയുള്ള ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ചല്ല ഈ സംസാരിക്കുന്നത്. ഇവിടെ വേലി വിളവ് തിന്നുന്നതിനെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. അത് പറയുമ്പോൾ ഇന്ത്യയെ അപമാനിക്കുകയാണ്, ഇലക്ഷൻ പ്രോസസ്സിനെ അപമാനിക്കുകയാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പം തന്നെ ബീഹാറിലെ വിഷയം നമ്മൾ പറയുന്നു. 7.64 കോടി വോട്ടർമാരുള്ള ഒരു സംസ്ഥാനത്ത് 65 ലക്ഷം വോട്ടർമാർ ഒരു ഇൻറ്റൻസീവ് റിവ്യൂവിൻ്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതാണ്ട് 8.5% ആൾക്കാർ മാറി നിൽക്കുന്നു, പുറത്താക്കപ്പെടുന്നു എന്നാണ്. ഈ 8.5% എന്നുള്ളത് ഒരു ഇലക്ഷൻ നിർണ്ണയിക്കാവുന്ന ശതമാനമാണെന്ന് ഇന്ത്യയിലെ നമ്മുടെ വോട്ടെടുപ്പ് പ്രക്രിയയൊക്കെ പരിശോധിക്കുന്ന നമുക്കറിയാം. നിങ്ങൾ പറഞ്ഞ 70 സീറ്റല്ല, അതിലൊക്കെ അധികം സീറ്റുകളിലെ വിധി നിർണ്ണയിക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ എവിടെ വോട്ട് ചെയ്യുന്നവരാണെന്നൊന്നും ഒരു മുൻവിധിയോടുകൂടി ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കേണ്ട ഒരു ഇലക്ഷൻ കമ്മീഷൻ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനാണ് ഈ അസ്വസ്ഥമാകുന്നത്? എന്തിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒപ്പിട്ട അഫിഡവിറ്റ് കൊടുക്കണമെന്ന് പറയാൻ ഇവരാരാണ്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ക്യാബിനറ്റ് റാങ്കുള്ള ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഉത്തരവാദിത്തത്തോടു കൂടി ഒരു പൊതുമണ്ഡലത്തിൽ ഒരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പക്കൽ ചെന്ന് എഴുതി കൊടുക്കണം എന്ന് പറയാൻ ഇതാരുടെ ഉത്തരവാദിത്തമാണ്? ഇവിടെ സംശയത്തിന് അതീതമായി ഇലക്ഷൻ നടത്തുന്നു എന്നുള്ളത് പ്രാഥമികമായി ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഭരണഘടന അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയാണ്. അതിന് കഴിയില്ലെങ്കിൽ അവർ കളഞ്ഞിട്ട് പോകണം. അപ്പോൾ അത് അവരുടെ ഉത്തരവാദിത്വത്തിൽ വീഴ്ചയുണ്ടെന്ന് കേട്ടറിഞ്ഞാൽ അതിൽ നടപടിയെടുത്ത് പരിശോധിക്കേണ്ട ഇവർ വ്യവസ്ഥാപിതമായി വരൂ, എഴുതി തരൂ, മാപ്പ് പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
ഞങ്ങൾ വിശുദ്ധ പശുക്കളാണ്, ഞങ്ങളെ കല്ലെറിയരുതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലക്ഷൻ ഒരു ഫ്രീ ആൻഡ് ഫെയർ ആയി നടക്കില്ല. ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് പരാജയപ്പെട്ടവന് പരാജയം ബോധ്യപ്പെടുകയും സമ്മതിക്കുകയും ചെയ്യുമ്പോഴാണെന്ന് പറയാറുണ്ട്. അല്ലാതെ വിജയിക്കുന്നവന് മാത്രം ബോധ്യപ്പെടുമ്പോഴല്ല ഒരു ഇലക്ഷൻ പ്രോസസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ പരാജയപ്പെട്ടവരെ കൂടി അത് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സംശയത്തിന് അതീതമായി ഇലക്ഷൻ നടത്തേണ്ട ഉത്തരവാദിത്തമാണ് ഇലക്ഷൻ കമ്മീഷനുള്ളത്. അതവർ ചെയ്യുന്നില്ല. ഇപ്പോൾ കോടതി തന്നെ ആദ്യത്തെ പരാമർശങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ഇപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ആ ലിസ്റ്റ് ഇലക്ട്രോണിക് ഫോമിൽ പബ്ലിഷ് ചെയ്യാൻ പറയുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തുല്യനീതി നിലനിൽക്കുന്നിടത്ത് തീർച്ചയായിട്ടും ഇലക്ട്രോണിക് ഫോമിൽ BJPക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ വിവരങ്ങൾ വരാൻ ഇപ്പോൾ വയനാട് ജില്ലയിൽ എത്ര മൈമുനയുണ്ടെന്ന് അവർക്കങ്ങനെ ഇരുന്ന് എല്ലാം കണ്ടെത്താൻ ഉള്ള സമയമായിട്ടില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് കുറച്ച് പേർക്ക് അത് കൊടുക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. ആർക്കായാലും എല്ലാ പൗരന്മാർക്കും അത് ഇലക്ട്രോണിക്കലായിട്ട് സെർച്ചബിളായിട്ട് കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ആധാറിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ എന്ത് രേഖയുണ്ടെങ്കിലും ആധാർ ഉണ്ടെങ്കിലേ ഇവിടെ എന്ത് കാര്യവും നടക്കൂ എന്നുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നിർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാരിൻ്റെ പല കാര്യങ്ങൾ പോലും അങ്ങനെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. പക്ഷേ അങ്ങനെ ഉള്ളിടത്ത് ഇവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നിടത്ത് മാത്രം അത് പാലിക്കാൻ പറ്റില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാടെങ്കിൽ അതിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. അത് ജനങ്ങളുടെ അവകാശം നിഷേധിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് വേണം കരുതാൻ. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളുടെ ഒരു ആകത്തുക നമുക്ക് ഈ വോട്ടേഴ്സിൻ്റെ എണ്ണത്തിൽ കൂടി എന്നൊക്കെ പറയാം. അവിടെ മാത്രമല്ല, ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നൊരു കാര്യമുണ്ട്, 5 മണിക്ക് ശേഷം ക്യൂ കാണാനില്ല, പക്ഷേ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? EVMലുള്ള സംശയമാണ് റേസ് ചെയ്യുന്നത്. എങ്ങനെയാണിത്? രണ്ടാമതൊരു കാര്യം, ഫോം 17C എന്നൊരു ഫോമുണ്ട്. പോളിംഗ് കഴിയുമ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ട് പേപ്പറിൽ വോട്ട് ചെയ്യുമ്പോഴും കാൻഡിഡേറ്റിൻ്റെ സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഏജൻറ്റിന് ഈ 17Cയിൽ ആകെ വോട്ടർമാരുടെ എണ്ണം രേഖപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഇതെന്തിനാണ് കൊടുക്കുന്നത്? ആ സ്ഥാനാർത്ഥിക്ക് ഒപ്പിട്ട് കൊടുക്കുകയാണ്, ഇവിടെ ഇത്ര വോട്ടാണ് ആകെ പോൾ ചെയ്തിരിക്കുന്നത് കൗണ്ടിങ് ഡേയിലേക്ക് ഉറപ്പാക്കാൻ വേണ്ടി. അപ്പോൾ അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതൊരു സെക്കൻഡിൽ അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം 5 മിനിറ്റ് കഴിയുമ്പോഴോ 10 മിനിറ്റ് കഴിയുമ്പോഴോ 48 മണിക്കൂർ കഴിയുമ്പോഴോ അത് മാറിയാൽ ആ EVMൽ പ്രശ്നമുണ്ട്. ഇവിടെ 6% വരെ വർധന ഉണ്ടായതായിട്ടാണ് നമ്മൾ പറയുന്ന ഔദ്യോഗിക പാർട്ടികൾ എഴുതി കൊടുത്തിരിക്കുന്ന പരാതിയിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയും അത്രയൊന്നുമില്ല, 2% മുതൽ 3% വരെയുള്ളതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അതിനുശേഷം വർധന ഉണ്ടായത്? അപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് പറയും. നിങ്ങൾ സാങ്കേതിക വിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്ന ആരോട് വേണേൽ ചോദിക്കൂ, എങ്ങനെ മാറാൻ പാടില്ല, മാറിയാൽ അതിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിനെ ചേർക്കുന്നതിൽ മാത്രമല്ല, അത് വളരെ പച്ചയ്ക്ക് എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ 350 പേര് വരിക, ഒരേ ആൾ പലയിടത്ത് വരിക, ഇത് വളരെ വിസിബിളായിട്ട് എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന ഒന്നാണ്. പക്ഷേ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും നടക്കുന്നത് ഒട്ടും വിശ്വസനീയമായ രീതിയിലല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിലൂടെ ECI പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കി ഈ ചെക്ക് ആൻഡ് ബാലൻസ് നടത്തിയിട്ടുണ്ടെന്ന് ഉത്തരവിലൂടെ പലതവണ പറഞ്ഞു, അത് ശരിയാണ്. പക്ഷേ ആ ചെക്ക് ആൻഡ് ബാലൻസ് വെച്ചുകൊണ്ട് മാത്രം ഇത് ഫുൾ പ്രൂഫ് ആണെന്ന് പറയാൻ കഴിയില്ല എന്ന് സാങ്കേതിക വിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കറിയാം. ഞാനൊരു കാര്യം കൂടെ പറയാം, ഞാൻ ആ സമയത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചേംബറിൽ അത് തെളിയിക്കാനുള്ള ഒരു അവസരം തരൂ എന്ന് പറഞ്ഞൊരു കത്തയച്ചതാണ്. ഇത് വിശ്വസനീയമായ ഈ പ്രോസസ്സ് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ നടക്കണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന രീതിയിലാണെങ്കിൽ VVPAT മുഴുവൻ എണ്ണണം, അല്ലെങ്കിൽ ഇതൊരു കൗണ്ടിങ് മെഷീനായിട്ട് ഇത് മാറണം. അപ്പോൾ അത് വിപുലമായ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മുഴുവൻ വിശ്വാസ്യത തകർക്കുന്ന ഒരു നിലപാടിലേക്ക് എക്സിക്യൂട്ടീവുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വിധി വിജിലൻസ് കോടതി മുഖ്യമന്ത്രി ഒരു വിജിലൻസ് കേസിൽ ഇടപെട്ടതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാണ്. ഇവിടെ നടക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നിടത്ത് നിന്ന് സുപ്രീം കോടതി ജസ്റ്റിസിനെ മാറ്റി നിർത്താനുള്ള ഒരു ബില്ല് കൊണ്ടുവരുന്നത് എന്തിനാണ്? ആ ബില്ലിൻ്റെ പിറകിലുള്ള ചേതോവികാരം എന്താണ്? ഇതെല്ലാം വിശ്വാസ്യത തകർക്കുന്ന നടപടികളാണ്. അത് ഇവിടുത്തെ എക്സിക്യൂട്ടീവിന് ആ വിശ്വാസ്യത നിലനിൽക്കണമെന്നുള്ള
താല്പര്യമില്ലാത്തതിൻ്റെ കാര്യം ഏത് വിധേനയും ഇലക്ഷൻ വിജയിക്കണം എന്നുള്ളവരുടെ ആഗ്രഹം മാത്രമാണ്. അല്ലാതെ എന്ത് കാര്യത്തിനാണ് സുപ്രീം കോടതി ജഡ്ജിയെ ജോസഫ് സി മാത്യു, ഇന്നിപ്പോൾ പവൻ ഖേർ ഉന്നയിച്ച ഒരു ആരോപണം, അല്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ച് ഉന്നയിച്ച ഒരു ആരോപണം താങ്കൾ കണ്ടില്ലേ? ഇപ്പോൾ വാരണാസിയിൽ പ്രധാനമന്ത്രി മത്സരിച്ച മണ്ഡലത്തിൽ അവിടെ വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് കാര്യമായ മുന്നേറ്റമൊന്നും നടത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു റൗണ്ടിലെത്തുമ്പോൾ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ കൂടുന്നു, ഭൂരിപക്ഷം കൂടുന്നു. അവിടെയാണ് രാജ് കമൽ ദാസിന് 45 മക്കൾ എന്ന നിലയിൽ വോട്ടുകൾ പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന് BJPയോട് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് നിങ്ങൾക്ക് പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് രേഖാമൂലം അറിയിക്കൂ എന്നാണ്. അല്ലാതെ ഈ ഉന്നയിക്കപ്പെട്ട ആക്ഷേപത്തിലോ പരാതികളിലോ ആരോപണങ്ങളിലോ ഒരു സ്വതന്ത്രമായ അന്വേഷണം നടത്തി രാജ്യത്തെ ജനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നേയില്ലല്ലോ. ഇപ്പോൾ ബീഹാറിൻ്റെ കാര്യത്തിലും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക തലത്തിൽ തന്നെ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതിൻ്റെ ഓരോ പ്രോസസ്സും വളരെ സുതാര്യമായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് വീഡിയോഗ്രാഫി ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിൽ എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്, എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ്. അപ്പോഴാണ് സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഈ വോട്ടുകൊള്ള പ്രശ്നത്തിലും ഈ രാജ്യത്തിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു കോടതി ഇടപെടൽ ആവശ്യമായി വരുന്ന ഘട്ടത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? ഗോപികൃഷ്ണൻ, കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു, സ്വാഗതാർഹമാണ്. പല വിഷയങ്ങളിൽ കോടതി അത് വേണ്ട രീതിയിൽ കോടതികൾ പോലും ഇടപെടുന്നില്ല. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പം ഈ വിഷയത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ കോടതിയോട് ആദ്യം ചെന്ന് പറഞ്ഞ എന്താണ്, ഈ പരാതി കൊടുത്തവർ അവരുടെ കൈകൾ ശുദ്ധമല്ല, ദേ ഹാവ് അൺക്ലീൻ ഹാൻഡ്സ് എന്നാണ്. അവരെ പെനലൈസ് ചെയ്യണം, അവർക്ക് പിഴ ഈടാക്കണം എന്നാണ് കോടതിയോട് ആവശ്യപ്പെട്ടത്. കോടതി അത് സ്വീകരിച്ചില്ല എന്നും ഈ വിഷയത്തിൽ അത് പൗരന്മാർക്കും കൂടെ ബോധ്യപ്പെടുന്ന രീതിയിൽ സ്വാഭാവിക നീതി ലഭിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് എക്സ്ക്ലൂഡ് ചെയ്തു എന്ന് പറയണമെന്നുമാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ 65 ലക്ഷം പേരെ എക്സ്ക്ലൂഡ് ചെയ്തത് 19 തീയതിക്കുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ വരുമ്പോൾ ഇതിൽ ബഹുഭൂരിപക്ഷവും യഥാർത്ഥത്തിൽ അംഗീകൃത വോട്ടർമാരായിരുന്നു എന്ന് കണ്ടെത്തിയാൽ ഈ ഇലക്ഷൻ കമ്മീഷന് പിന്നെ അവിടെ തുടരാൻ അർഹതയുണ്ടോ? അതെ. പക്ഷേ ഇങ്ങനത്തെ സ്ഥാനങ്ങളിലെല്ലാം ഇവരെല്ലാവരും തുടരുകയല്ലേ. ഇവർ തുടരുകയും നാളെയും ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ സുതാര്യത എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, സുതാര്യത ഉണ്ടെങ്കിൽ അത് ഈ ഇലക്ഷന് ഭീഷണിയാകുമെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ആ എംബഡഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് EVM-ലെ വ്യത്യസ്തമാണ് സാധാരണ പ്രോഗ്രാമിങ്ങുകളിൽ നിന്ന്. അത് ഒരിക്കൽ ഇപ്പോൾ കോഡ് ചെയ്താൽ പിന്നീട് അത് എടുത്ത് പരിശോധിക്കലൊക്കെ ബുദ്ധിമുട്ടാണ്, ഏതാണ്ട് അസാധ്യമാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കോഡ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് പറഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാക്കും. കോഡ് അറിഞ്ഞാൽ പ്രശ്നമാകുമെന്നാണ് ഇവർ പറയുന്നത്. പുറത്തുനിന്ന് ആർക്കും നുഴഞ്ഞു കയറാൻ കഴിയില്ല എന്ന് പറയുന്നവർ തന്നെയാണ് കോഡ് അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഡ് കുറച്ച് പേർക്ക് അറിയാം, എല്ലാവർക്കും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സുതാര്യതയെക്കുറിച്ച് പറയുന്നത് ഇത് പൊതുമേഖലാ സ്ഥാപനമാണ് നിർമ്മിക്കുന്നതെന്ന് പറയുന്നു. അല്ല, ഇതിൻ്റെ കോഡ് നിർമ്മിച്ചിരിക്കുന്ന ഒരു ജാപ്പനീസ് കമ്പനിയാണ്, റെനൈസസ് എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്. അപ്പോൾ EVM-ൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള കാര്യം സൂപ്പർ സെറ്റ് നിർണ്ണയിക്കുന്നിടത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇപ്പോൾ ജയറാം രമേശിന് കത്തയച്ച് നമുക്കറിയാമല്ലോ, ഇലക്ഷൻ കമ്മീഷൻ എന്തിനാണ് ഒരു ആക്ഷേപം വരുമ്പോഴത്തേക്ക് ഇത്ര അസഹിഷ്ണുതയോടുകൂടി തെളിവ് ഹാജരാക്കണം, അല്ലെങ്കിൽ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ എതിർ ശബ്ദങ്ങളുടെയും വായടപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണോ ഒരു രാജ്യത്ത് ഈ ഇലക്ഷൻ ഫെയർ ആയിട്ടാണ് നടക്കുന്നതെന്ന് വിശ്വസിപ്പിക്കുന്നത്? ഇങ്ങനെ മർക്കടമുഷ്ടി ഉപയോഗിച്ചുകൊണ്ടാണെന്ന് ഇവരെ ആരാണ് പഠിപ്പിച്ചത്? അങ്ങനെയാണോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത് നടക്കുന്നത്? ഇപ്പോൾ വളരെ പ്രകടമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തൃശ്ശൂരെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ ആദ്യം മുതൽ കേൾക്കുന്നത് നിർഭാഗ്യവശാൽ CPI-യോ CPM-ഓ ഇവിടുത്തെ കോൺഗ്രസ്സോ ഒന്നും അങ്ങനെ ഒരു എക്സസൈസിന് ഈ രാഹുൽ ഗാന്ധി മുതിർന്നതിന് ശേഷം പോലും അതിന് തയ്യാറാകാത്തത് നിർഭാഗ്യകരമാണ്. യഥാർത്ഥത്തിൽ അത് ചെയ്യേണ്ടതാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ BJPക്ക് 10% വോട്ടുണ്ട്, അല്ലെ 8% വോട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 8% വോട്ടർമാരെയും 1-2 മണ്ഡലത്തിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യിച്ചാൽ അവർക്ക് 1-2 സീറ്റ് ജയിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ഇത് നമ്മൾ ഈ അരിയൊക്കെ വാങ്ങുമ്പോൾ പൂഴ്ത്തിവെപ്പ് എന്ന് നമ്മൾ പറയുമല്ലോ. ഒരാൾക്ക് എത്ര കിലോ അരി വേണേലും മേടിക്കാം. എന്താ ഈ പൂഴ്ത്തിവെപ്പ്? വിപണിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ ഇടപെടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ പ്രോസസ്സിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് നേരത്തെ ആചാര്യ സാർ പറഞ്ഞതുപോലെ ഈ ഓർഡിനറിലി റെസിഡൻറ്റ് എന്നുള്ളതിൻ്റെ പ്രത്യേകത വരുന്നത്. അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഒരു വോട്ടേ ഉള്ളെന്ന് പറയുന്നത് കൊണ്ട് ശരിയാവുന്നില്ല. ഒരു പൗരൻ എല്ലായിടത്തും ഒരു വോട്ട് എവിടെയും ചെയ്യാം എന്ന് പറയുന്നത് കൊണ്ടും ശരിയാവുന്നില്ല. ഇത് ഞാൻ പറയുന്നത് നിയമത്തിൻ്റെ പഴുതുകളിലൂടെയും കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റികളെ ഉപയോഗിച്ചുകൊണ്ടും എല്ലാ രീതിയിലും ഇവിടുത്തെ ഇലക്ഷൻ പ്രോസസ്സിനെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അവിടെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പം സുപ്രീം കോടതി ജഡ്ജിമാരെ ഗവർണർമാരാക്കുന്നു, സുപ്രീം കോടതി ജഡ്ജിമാർ റിട്ടയർ ചെയ്യുന്നവരെ പാർലമെൻ്ററി പാർട്ടിയിൽ MP ആക്കുന്നു, എന്നിട്ട് പ്രധാനമന്ത്രി വരുമ്പോൾ ഇവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്ന അവരുടെ കീഴിലെ ഒരു സബോർഡിനേറ്റിനെ പോലെയാക്കുന്നു. ഇതുവഴി എല്ലാം ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഈ ജഡ്ജിമാരുടെ ഉയർന്ന തസ്തിക പോലും ഒരു സബോർഡിനേറ്റ് പോസ്റ്റാക്കി മാറ്റുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അപ്പോയിൻമെൻറ്റിൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്നു, എന്നിട്ട് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ കക്ഷി നേതാവും കൂടി ഇരുന്നിട്ട് അവർക്ക് വേണ്ടുന്ന 2-3 പേരെ അപ്പോയിൻ്റ് ചെയ്യുന്നു. അവരിങ്ങനത്തെ നടപടികൾ സ്വീകരിക്കുന്നു. ഇതുവഴി ഇവിടുത്തെ ഇലക്ഷൻ പ്രോസസ്സും ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയും സുതാര്യമാകുമെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും വിശ്വാസയോഗ്യമാകുമെന്നോ ഇവർ കരുതുന്നുണ്ടോ? എന്നിട്ട് ലോകമെമ്പാടും ഇവിടെ നടക്കുന്ന പ്രോസസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കിയവരാണ് ഇവിടുത്തെ സിസ്റ്റത്തെ ഇകഴ്ത്തി കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ജനാധിപത്യത്തിൽ ഇങ്ങനെയല്ലേ കറക്റ്റീവ് പ്രോസസ്സിലൂടെയല്ലേ ഇത് നടക്കത്തുള്ളൂ. ശരി ജോസഫ് സി മാത്യു സാർ, ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഞാൻ വരാം. ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന വോട്ടധികാർ യാത്ര, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ അത് ഫ്രീഡം ലൈറ്റ് എന്ന നിലയിൽ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും അതിനെതിരായിട്ടുള്ള സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ രാജ്യവ്യാപകമായി നടക്കുന്ന റാലികളുടെ പ്രതിഷേധങ്ങളുടെ ഒക്കെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. TN പ്രതാപൻ മുൻനിരയിൽ നിന്ന് നയിക്കുന്ന ഒരു ജാഥയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഫ്രീഡം ലൈറ്റ് വോട്ടധികാർ യാത്ര, അതിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ യാത്രയുടെ മാർച്ചിൻ്റെ ഒക്കെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.